ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻ വിജയകുമാറിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. കൊല്ലം വിജിലൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ലിജോ, വാർത്തയുടെ വിശദാംശങ്ങൾ എങ്ങനെ? കഴിഞ്ഞ ദിവസം അറസ്റ്റിലായതിന് പിന്നാലെ തന്നെ ദേവസ്വം ബോർഡിന്റെ മുൻ അംഗമായിട്ടുണ്ടായിരുന്ന എൻ വിജയകുമാർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തിരുവനന്തപുരത്തെ കോടതിയിലായിരുന്നു ഫയൽ ചെയ്തിരുന്നത്. ഇന്നത് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. നാളെ ആയിരിക്കും കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക. ജാമ്യാപേക്ഷയിൽ പറയുന്നത്, നേരത്തെ മൊഴിയായി വന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെ തനിക്ക് നേരിട്ട് പങ്കില്ല, പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളിൽ ഒപ്പം നിൽക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്ന കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വിജയകുമാർ കൊല്ലത്ത് സമർപ്പിച്ചിരിക്കുന്ന ഈ ജാമ്യാപേക്ഷയിലും പറയുന്നത്. എന്തായാലും നാളെ കോടതി ഇത് പരിഗണിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അത് വാദം കേൾക്കുന്നതിന് വേണ്ടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ തന്നെയാണ് സാധ്യത. ഈ ജാമ്യാപേക്ഷ എന്തായാലും കൊല്ലം കോടതിയിൽ പരിഗണിച്ച ആർക്കും ഇതുവരെയും ജാമ്യം ലഭിച്ചിട്ടില്ല. ഇന്ന് രാവിലെ കോടതിയിൽ വന്ന ഒരു പ്രധാന ജാമ്യാപേക്ഷ എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്മകുമാറിന്റെ ജാമ്യ ഹർജിയായിരുന്നു. അതും വാദം കേട്ടതിന് ശേഷം 7-ാം തീയതി മാറ്റിവെച്ചിട്ടുണ്ട്. നാളെ വിജയകുമാറിന്റെ ജാമ്യാപേക്ഷയും പരിഗണിച്ചതിന് ശേഷം മറ്റൊരു ദിവസം വാദം കേട്ടതിന് ശേഷമായിരിക്കും വിധി പറയുക. ജാമ്യം പരിഗണിക്കപ്പെടാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അമൃത.